മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഈ സീസണിലെ പ്രകടനം വളരെ നിരാശാജനകമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. സമീപകാലത്ത് ഏറ്റവും മോശം പ്രകടനത്തിലൂടെയാണ് ക്ലബ്ബ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിൽ ഇപ്പം പോയിന്റ് ടേബിളിൽ 14ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ടോപ്പ് 10ൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് ക്ലബ്ബ്. അതിനുള്ള സാധ്യത പോലും വിരളമാണെന്ന് പറയേണ്ടി വരും. പിന്നെ FA കപ്പിൽ നിന്ന് പുറത്തായി, കരബാവ് കപ്പിൽ നിന്ന് പുറത്തായി. അപ്പം ഇനി ആകെയുള്ള ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് യൂറോപ്പ ലീഗാണ്. പക്ഷേ യൂറോപ്പ ലീഗിന്റെ ക്വാർട്ടറിൽ ടീമിന് എത്താൻ സാധിച്ചിരിക്കുകയാണ്. അത് വലിയ രീതിയിൽ ഒരു ആത്മവിശ്വാസവും ആശ്വാസവും ഒക്കെ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം പ്രീ ക്വാർട്ടറിൽ അത്യാവശ്യം നല്ല ഫൈറ്റ് തന്നെയായിരുന്നു ഫസ്റ്റ് ലെഗിൽ ഉണ്ടായിരുന്നത്. 1-1 സ്കോറായിരുന്നു റയൽ സോസിഡാഡിനെതിരെ മത്സരത്തിൽ. പക്ഷേ രണ്ടാം ലെഗിൽ ഓൾഡ് ട്രാഫോർഡിൽ മികച്ച രീതിയിൽ തിരിച്ചു വരാൻ യുണൈറ്റഡിന് സാധിച്ചു. 4-1 വിജയം നേടി. ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസ് തകർത്തു കളിച്ചു. ഹാട്രിക് ഒക്കെ സ്വന്തമാക്കി. നമ്മളെല്ലാവരും കണ്ട കളിയാണ്. അപ്പം ബ്രൂണോ ഫെർണാണ്ടസിന്റെ ആ ഒരു വൺ മാൻ ഷോയ്ക്ക് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. അതിനൊപ്പം യുവതാരങ്ങളും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് യുണൈറ്റഡിന്. പല താരങ്ങളും ഇപ്പം പരിക്ക് കാരണം കളത്തിന് പുറത്താണ്, പ്രമുഖ താരങ്ങളെല്ലാം. അപ്പോൾ അതൊക്കെ അതിജീവിച്ച് യുണൈറ്റഡ് ക്വാർട്ടറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ക്വാർട്ടറിൽ യുണൈറ്റഡിന്റെ എതിരാളികൾ ഫ്രഞ്ച് ക്ലബ്ബ് ഒളിമ്പിക് ലിയോൺ ആണ്. ഒളിമ്പിക് ലിയോൺ നിലവിൽ പോയിന്റ് ടേബിളിൽ ഫ്രഞ്ച് ലീഗിൽ 6ാം സ്ഥാനത്താണ്. ഒരു അത്യാവശ്യം ആധികാരികമായ വിജയം തന്നെയാണ് സ്റ്റൂയ ബുക്കാറസ്റ്റ് എന്ന് പറയുന്ന റൊമേനിയൻ ക്ലബിനെതിരെ പ്രീ ക്വാർട്ടറിൽ നേടിയത്. അത്യാവശ്യം നല്ല ക്ലബ്ബാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ കോച്ചായിട്ട് AC മിലാന്റെ മുൻ പരിശീലകനായ പൗലോ ഫൊൻസേക്ക വന്നിട്ടുണ്ട്. യുവതാരങ്ങളൊക്കെ അടങ്ങിയൊരു ടീമാണ്. അപ്പോൾ യുണൈറ്റഡിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥിരതയില്ലായ്മയാണ്. നമ്മളൊക്കെ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഒരു മത്സരത്തിൽ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ അത് തുടർന്ന് മുന്നോട്ട് പോകാൻ യുണൈറ്റഡിന് സാധിക്കില്ല. ഇപ്പം വമ്പന്മാർക്കെതിരെ മികച്ച പോരാട്ടമൊക്കെ കാഴ്ചവെക്കും. ചിലപ്പം അവരെ വിറപ്പിക്കും, ചിലപ്പം വിജയിക്കും, സമനില നേടും. പക്ഷേ ചെറിയ ടീമുകളോട് ഏറ്റുമുട്ടുമ്പോൾ നേരെ തിരിച്ച് വളരെ സിമ്പിളായിട്ട് പരാജയപ്പെടുന്നു. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു സ്ഥിരതയില്ലായ്മയാണ് യുണൈറ്റഡ് ആരാധകർക്ക് ഒരു ആശങ്ക നൽകുന്നത്. കാരണം ചാമ്പ്യൻസ് ലീഗിൽ കടക്കുക എന്നുള്ളത് തന്നെയാണ് യുണൈറ്റഡിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം ഇനി ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം യൂറോപ്പ ലീഗ് നേടുകയാണെങ്കിൽ യുണൈറ്റഡിന് അടുത്ത സീസണിലെ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ക്വാളിഫൈ ചെയ്യും. അപ്പം അതിനുള്ള ഒരു സാധ്യതയാണ് ഇപ്പം തുറന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പം ഫ്രഞ്ച് ക്ലബ്ബ് ഒളിമ്പിക് ലിയോണിനെ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തുകയാണെങ്കിൽ യുണൈറ്റഡിനെ സെമിയിൽ കാത്തിരിക്കുന്നത് ഒന്നുകിൽ സ്കോട്ടിഷ് ക്ലബ്ബ് FC റേഞ്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പാനിഷ് ക്ലബ്ബ് അത്ലറ്റിക്കോ ബിൽബാവോ അല്ലെങ്കിൽ അത്ലറ്റിക് ക്ലബ്ബ് ആയിരിക്കും. ഈ രണ്ട് ടീമുകളും നല്ല എതിരാളികൾ തന്നെയാണ്. അത്ലറ്റിക് ക്ലബ്ബ് വളരെ അപകടകാരികളാണ്. പിന്നെ യുണൈറ്റഡിനുള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, കാരണം രണ്ടാം ലെഗ് നടക്കുന്നത്, ക്വാർട്ടറിന്റെ രണ്ടാം ലെഗ് നടക്കുന്നത് ഓൾഡ് ട്രാഫോർഡിലാണ്. ഇപ്പൊ പ്രീ ക്വാർട്ടറിന്റെ രണ്ടാം ലെഗ് നടന്നത് ഓൾഡ് ട്രാഫോർഡിലായിരുന്നു. അത് യുണൈറ്റഡിന് വലിയ തോതിൽ ഗുണം ചെയ്തു. മികച്ച വിജയം നേടി തിരിച്ചു വരാൻ സാധിച്ചു. അപ്പം അതൊരു അനുകൂല ഘടകം തന്നെയാണ് യുണൈറ്റഡിനെ സംബന്ധിച്ച്. ഒളിമ്പിക് ലിയോണിനെ ക്വാർട്ടറിൽ യൂറോപ്പ ലീഗിന്റെ ക്വാർട്ടറിൽ നേരിടുമ്പോൾ സെമിയിലാണെങ്കിലും യുണൈറ്റഡിന് രണ്ടാം ലെഗ് വരുന്നത് ഓൾഡ് ട്രാഫോർഡിലാണ്. അപ്പം മുന്നോട്ടുള്ള പാതയിൽ അതൊരു വലിയ ഫാക്ടറായിട്ട് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക്, അതായത് യുണൈറ്റഡ് ക്വാർട്ടറും സെമിയും വിജയിച്ച് ഫൈനലിൽ എത്തുകയാണെങ്കിൽ യുണൈറ്റഡ് ചിലപ്പോൾ ടോട്ടൻഹാമുമായി ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ടോട്ടൻഹാമും ക്വാർട്ടറിൽ മത്സരിക്കുന്നുണ്ട് യൂറോപ്പ ലീഗിന്റെ. ടോട്ടൻഹാമിന്റെ എതിരാളികൾ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ട് ആണ്. 2022 യൂറോപ്പ ലീഗ് ചാമ്പ്യന്മാരാണ്. ജർമ്മൻ ക്ലബ്ബാണ്. അപ്പം ടോട്ടൻഹാമും യുണൈറ്റഡും തമ്മിൽ ഒരു ഓൾ ഇംഗ്ലണ്ട് ഫൈനലൊക്കെ നടക്കാനുള്ള ഒരു സാധ്യത യൂറോപ്പ ലീഗിൽ കാണുന്നുണ്ട്. ടോട്ടൻഹാമിനും യുണൈറ്റഡിനെ പോലെ തന്നെയാണ് 13ാം സ്ഥാനത്താണ് നിലവിൽ പോയിന്റ് ടേബിളിൽ നിൽക്കുന്നത്. അവർക്ക് കിരീടം ലഭിച്ചിട്ട് തന്നെ വർഷങ്ങളായി. അപ്പം യൂറോപ്പ ലീഗ് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർക്കും ചാമ്പ്യൻസ് ലീഗിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. അതുമാത്രമല്ല അവരുടെ കോച്ച് ആൻഡ് പൊസ്തക്കോഗ്ലുവിന്റെ ആ ഒരു കസേരയൊക്കെ സംരക്ഷിക്കാൻ അതൊരു സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എന്തായാലും നല്ലൊരു പോരാട്ടം തന്നെയാണ് യുണൈറ്റഡിനെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഫൈനലിൽ ടോട്ടൻഹാമോ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടോ ബോഡോ ഗ്ലിംറ്റോ അല്ലെങ്കിൽ ലാസിയോ യുണൈറ്റഡിനെ നേരിടാനാണ് സാധ്യത. ഇത് ഫൈനലിൽ എത്തണം. അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ കടന്ന് ചിന്തിക്കുകയല്ല. അപ്പോൾ ഈ സാധ്യതകൾ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് സാഹചര്യം. പിന്നെ യൂറോപ്പ ലീഗ് വിജയിക്കുകയാണെങ്കിൽ യുണൈറ്റഡിന് അതൊരു വലിയ ആശ്വാസം തന്നെയായിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. അതുവഴി റവന്യൂ വരും ടീമിലേക്ക്, അല്ലെങ്കിൽ ക്ലബിലേക്ക് റവന്യൂ വരും. കാരണം സ്പോൺസർഷിപ്പ് ഇഷ്യൂസൊക്കെ എന്തായാലും ആ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകും. പിന്നെ ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു റവന്യൂ ഷെയർ കിട്ടും. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിടുന്ന യുണൈറ്റഡിന് അതൊരു വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും. പിന്നെ നെക്സ്റ്റ് ട്രാൻസ്ഫർ വിൻഡോയിലും യുണൈറ്റഡിന് കുറച്ചും കൂടെ ഒരു സാധ്യതകളുണ്ട്. കാരണം ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ഒരു ടീം എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ താരങ്ങളെയൊക്കെ ലഭിക്കാൻ, കൺവിൻസ് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു സീസണിൽ എല്ലാ നിരാശകളും കഴുകിക്കളഞ്ഞ് അടുത്ത സീസണിലേക്ക് റൂബൻ അമോറിമിന്റെ കീഴിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സോഴ്സ് ആയിരിക്കും ഈ യൂറോപ്പ ലീഗിലെ വിജയം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? യൂറോപ്പ ലീഗിൽ യുണൈറ്റഡിന് വിജയിക്കാൻ സാധിക്കുമോ? എതിരാളികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.